താൽക്കാലിക ഷെഡുകളിൽ നിന്നും സ്ഥിരം കടമുറികളിലേക്ക് മാറാനുള്ള തിരുവനന്തപുരം കോട്ടയ്ക്കകത്തെ വഴിയോര കച്ചവടക്കാരുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 7 വർഷം. 2019 നിർമ്മാണം പൂർത്തിയായ 12 കടമുറികൾ തുറന്നു നൽകുമെന്ന വാഗ്ദാനം പാലിക്കാതെയാണ് നഗരസഭയിലെ ഇടതുപക്ഷ ഭരണസമിതി പടിയിറങ്ങിയത്. പുതിയ ഭരണസമിതിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കോട്ടയ്ക്കകത്തെ വഴിയോര കച്ചവടക്കാർ. തിരുവനന്തപുരം കോട്ടയ്ക്കകത്ത് KSRTC ഗ്യാരേജിനു സമീപം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ഈ 12 കടമുറികൾ. കോർപ്പറേഷന് മുൻ ഇടതുപക്ഷ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം പൂർത്തിയായെങ്കിലും ഈ മുറികളൊന്നും തന്നെ വഴിയോര കച്ചവടക്കാർക്ക് തുറന്നു നൽകിയില്ല. കച്ചവടക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടാണ് 2019 നിർമ്മാണം നടന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനരധിവാസം നടപ്പാക്കാതെയാണ് മുൻ ഭരണസമിതി അധികാരത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയത്. ഇതുമൂലം കോർപ്പറേഷന് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. വെള്ളവും വെളിച്ചവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം മുറികളിൽ ഒരുക്കിയിട്ടുണ്ട്. ചില മുറികളാകട്ടെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. നിലവിൽ താൽക്കാലിക ഷെഡുകളിലാണ് വഴിയോര കച്ചവടക്കാർ വ്യാപാരം നടത്തുന്നത്. നഗരസഭയുടെ പുതിയ ഭരണസമിതിയിലാണ് ഇവർ ഇന്ന് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ഇപ്പം പുതിയ സാർ വന്നപ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയി. പഴയ അവരാരും വന്നിട്ടില്ല. പുതിയ സാർ വന്നപ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയി. നോക്കി ഞങ്ങൾ പറയുകയും ചെയ്ത് നമ്മൾ പറയും പോലെ ശരിയാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വാക്ക് തന്നിട്ടുമുണ്ട്. ഇല്ല നമ്മൾ പരാതിയൊന്നും കൊടുത്തില്ല. ഇപ്പം ആ സാറ് വന്ന് നോക്കിയിട്ട് നമുക്ക് ഉടനെയൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ഒരു പരാതിയും കൊടുക്കാൻ പോയില്ല. ഇപ്പോഴത്തെ കൗൺസിലർ വന്നിട്ട് പറഞ്ഞ് ഇവിടെ മേയർ വരാൻ പോവേണ്, വന്ന് സ്കൂളിൽ പരാതിയുണ്ട്, അത് കഴിഞ്ഞിട്ടാണെന്ന് നോക്കിയതിന് ശേഷം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 12 വഴിയോര കച്ചവടക്കാരെ വിളിച്ച് മുൻഗണനാക്രമത്തിൽ നഗരസഭ നറുക്കെടുപ്പ് നടത്തിയെങ്കിലും മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. തുച്ഛമായ തുകയ്ക്ക് അടച്ചുറപ്പുള്ള മുറികളിൽ കച്ചവടം നൽകാൻ അവസരം ഒരുക്കുമെന്ന വാഗ്ദാനമാണ് കോർപ്പറേഷൻ അന്ന് കച്ചവടക്കാർക്ക് നൽകിയിരുന്നത്. നിർമ്മാണം പൂർത്തിയായാൽ ഉടൻ തന്നെ പുനരധിവസിപ്പിക്കുമെന്നായിരുന്നു CPM-ഉം ഇടതുപക്ഷ കോർപ്പറേഷൻ ഭരണസമിതിയും കച്ചവടക്കാർക്ക് നൽകിയിരുന്ന ഉറപ്പ്. ജനം, തിരുവനന്തപുരം.